ഹായ്, നമുക്ക് വീണ്ടും ബയോളജിയുടെ ആ മാരത്തോൺ, ആ കൂട്ടയോട്ടം നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. വീണ്ടും ഒരു 45 ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമുക്ക് വേഗം 45 ക്വസ്റ്റ്യൻസ് പഠിച്ചെടുക്കാം. First question. In antirrhinum, that is snapdragon, a red flower was crossed with a white flower, and in F1 generation, pink flowers were obtained. When pink flowers were self, the F2 generation showed white, red, and pink flowers. Choose the incorrect statement from the following. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അത് തന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ആ ക്രോസിംഗ് ആണ്. നമുക്കറിയാം 1:2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ജീനോട്ടിപ്പിക് ആൻഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ ഉണ്ടാകുന്ന ആ ഇൻകംപ്ലീറ്റ് ഡോമിനൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. This experiment does not follow the principle of dominance. Yes, correct, and it is incomplete dominance ആണ്. Pink color in F1 is due to incomplete dominance. Exactly. The ratio of F2 is 1/4 or 2/4 and 1/4, 1:2:1 ratio. The law of segregation does not apply in this experiment. Law of segregation ഒക്കെ ഷുവർ ആയിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണല്ലോ സെഗ്രിഗേറ്റ് പോകുന്നത്. സോ ലോ ഓഫ് സെഗ്രിഗേഷൻ ഒക്കെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന സ്റ്റേറ്റ്മെന്റ്. സോ ദാറ്റ് ഇസ് എ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് അവർ ഓപ്ഷൻ. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the incorrect statement. Male fruit fly is heterogametic. ശരിയാണ്, എക്സ് ഗമേറ്റും വൈ ഗമേറ്റും ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. സോ the in male grasshopper 50% of sperms does not have sex chromosomes. ശരിയാണ്, X0 എന്നതാണല്ലോ അവിടെ വരുന്നത്. In domesticated fowls, sex of progeny depend on the type of sperm rather than egg. തിരിഞ്ഞാണ്, അതായത് എഗ് ആണ്, അതായത് ഫീമെയിൽ ആണ് അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗമേറ്റ്സ് ഉണ്ടാക്കുന്നത്. ആ കണ്ടീഷൻ നമ്മൾ അറിയപ്പെടുന്ന പേര് ഫീമെയിൽ ഹെട്രോഗമേറ്റി എന്നാണ്. അത് ബേർഡ്സിലും ഫൗൾസിലും കാണുന്നുണ്ട്. സോ അവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. The correct sequence of phase of cell cycle is. Cell cycle order എല്ലാവർക്കും അറിയാം. G1 phase, S phase, അവിടുന്ന് G2 phase, M phase. നമ്മൾ സെൽ സൈക്കിളും പറഞ്ഞൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്തവർക്ക് ആ വീഡിയോ കാണാം. ഓക്കെ, പ്ലേ ലിസ്റ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. നീറ്റ് എൻട്രൻസിന്റെ പ്ലേ ലിസ്റ്റിൽ കയറി നോക്കുക. അതിനകത്ത് എല്ലാ എടുത്ത ചാപ്റ്റേഴ്സും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത് ഫോർത്ത് ഓപ്ഷൻ ആണ്. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Thiobacillus is a group of bacteria which are helpful in carrying out. നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. ഡീനൈട്രിഫിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയമാണ് Thiobacillus എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഇത് മിനറൽ ന്യൂട്രീഷനും അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരെ നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഡീനൈട്രിഫിക്കേഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Polyblend, a fine powder of recycled modified plastic, has proved that to be a good material for. Polyblend നമ്മുടെ അവസാനത്തെ ബയോളജിയുടെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. പോളിബ്ലെൻഡ് എന്ന് പറയുന്നത് മറ്റേ അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ റോഡ് ടാറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പോളിബ്ലെൻഡ് എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടാക്കി അതിന് ടാറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. ഒത്തിരി കാലം അത് നിലനിൽക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പോളിബ്ലെൻഡ് എന്തിനാണ്? അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് എന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. From evolutionary point of view, retention of the female gametophyte with the developing young embryo on the parent sporophyte for some time is observed in. ഇത് ആക്ച്വലി എവല്യൂഷണറി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഗ്രൂപ്പ് ഉണ്ട്, ടെറിഡോഫൈറ്റ്സ്. രണ്ട് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ഒന്ന്, വാസ്കുലർ ടിഷ്യൂ ആദ്യമായിട്ട് കാണിക്കുന്ന ടെറിഡോഫൈറ്റ്സ് ആണ്. രണ്ട്, സീഡ് ഹാബിറ്റ് ആദ്യമായിട്ട് കാണിക്കുന്നതും നമ്മുടെ ടെറിഡോഫൈറ്റ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് ഈ സീഡ് ഹാബിറ്റുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് ആണ് അവിടെ തന്നിരിക്കുന്നത്. അത് കാണിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ആൻസർ ടെറിഡോഫൈറ്റ് ആണ്. ദാറ്റ് ഈസ് ദി തേർഡ് ഓപ്ഷൻ, അവർ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the correct option. 8th, 9th and 10th pairs of ribs articulate directly with the sternum. അല്ല, 8th, 9th, 10th ഒരു ഡയറക്റ്റ് ആയിട്ടല്ല, അവർ വന്ന് ജോയിൻ ചെയ്ത് ഒരു ഹൈലിൻ കാർട്ടിലേജ് വഴിയാണ് നമ്മുടെ സ്റ്റേണത്തിൽ ജോയിൻ ചെയ്യുന്നത്. 1 മുതൽ 7th വരെയുള്ളവരാണ് ഡയറക്റ്റ് ആയിട്ട് സ്റ്റേർണവുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. 11th and 12th pairs of ribs are connected to the sternum with the help of hyaline cartilage. അല്ല, 11th and 12th ഇൻകംപ്ലീറ്റ് ആണ്, അതായത് പകുതി വരെ വരുന്നുള്ളൂ. അവർ സ്റ്റേർണവുമായിട്ട് ജോയിൻ ചെയ്ത് അവർ ആകെ ജോയിൻ ചെയ്തിരിക്കുന്നത് വെർട്ടിബിൾ കോളം മാത്രമാണ്. ഈച്ച് റിബ് ഈസ് അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് റിബ്സ് എന്നൊക്കെ വിളിക്കുന്നത്.
Each rib is a flat, thin bone, and all the ribs are connected dorsally to the thoracic vertebrae and ventrally to the sternum. പോയിന്റ് ഒക്കെ ശരിയാണ്, പക്ഷെ all എന്ന് പറഞ്ഞതാണ് അവിടെ തെറ്റ്. all എന്ന് പറയുമ്പോൾ എല്ലാരും ഇങ്ങ് വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു അർത്ഥമുണ്ട്. എവിടെ നിന്ന്? നമ്മൾ നട്ടെല്ലിൽ നിന്ന്. അങ്ങനെ ഇല്ലല്ലോ, ഫ്ലോട്ടിംഗ് റിബ്സ് ഒക്കെ അവിടെ കിടക്കില്ല. അപ്പൊ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. There are 7 pairs of vertebrosternal, അതായത് വെർട്ടിബ്രത്തിൽ നിന്ന് തുടങ്ങി സ്റ്റേണത്തിൽ അറ്റാച്ച് ചെയ്യുന്ന 7 pairs ഉണ്ട്. 3 pairs of vertebrochondral, അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നവര്, and 2 are vertebral ribs, അതായത് വെർട്ടിബിൾ കോളത്തിൽ മാത്രം അറ്റാച്ച് ചെയ്യുന്നവര്, and that is the right statement. Okay, so fourth option is the right one. Next question. Concanavaline A is, നമ്മളത് ഓൾറെഡി ബയോമോളിക്യൂൾസിൽ ഡീൽ ചെയ്താണ്. ബയോമോളിക്യൂൾസ് ചാപ്റ്ററിന്റെ വീഡിയോ കാണാത്തവരത് കാണുക. ആ ചാപ്റ്റർ ഫുള്ളും അതിനകത്ത് ഡീൽ ചെയ്തിട്ടുണ്ട്. Concanavaline A എന്ന് പറയുന്നത് lectin, and that is given as the third option. Extrusion of second polar body from egg nucleus occurs. സാധാരണഗതിയിൽ സെക്കൻഡ് പോളാർ ബോഡി ഉണ്ടാകുന്നത് സ്പേം സെല്ല് ഓവത്തിനകത്ത് എൻ്റർ ചെയ്യുമ്പോഴാണ്. നമുക്കറിയാം oogenesis എന്ന് പറയുന്നത് എംബ്രിയോണിക് സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും അതൊരു ഡയാപ്പോ സ്റ്റേജിൽ എത്തുമ്പോൾ അത് ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഡയാകൻസ് സ്റ്റേജിൽ അത് സ്റ്റോപ്പ് ചെയ്യപ്പെടും. അതിനുശേഷം ബാക്കി നടക്കുന്നത് അതിന്റെ മെച്യൂരിറ്റി ഏജിലാണ്. പിന്നെ അതിന്റെ ബാക്കി സെക്കൻഡറി പോളാർ ബോഡിയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പേം സെൽ എൻട്രി ചെയ്യുമ്പോഴാണ്. സോ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആഫ്റ്റർ ദി എൻട്രി ഓഫ് സ്പേം ബട്ട് ബിഫോർ ഫെർട്ടിലൈസേഷൻ, ആൻഡ് ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Pinus seed cannot germinate and establish without fungal association. This is because നമ്മൾ കാരലോയിഡ് റൂട്ട്സിന്റെ കേസൊക്കെ പഠിച്ചിട്ടുണ്ട്. അവിടെ ആക്ച്വലി നമ്മുടെ ഫംഗസും പൈൻ മരങ്ങളും തമ്മിലുള്ള ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ, അതില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള അസോസിയേഷൻ ആണ് അവിടെ നടക്കുന്നത്, ആൻഡ് ദാറ്റ് ഈസ് ഗിവൻ ആസ് എ സെക്കൻഡ് ഓപ്ഷൻ. ഇറ്റ് ഹാസ് എൻ ഒബ്ലിഗേറ്റ് അസോസിയേഷൻ വിത്ത് മൈക്കോറൈസ, ആൻഡ് ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Earth Summit held in Rio de Janeiro in 1992 was actually അതെന്തിനായിരുന്നു നമ്മുടെ റിയോ ഡി ജനറോ? ഓൾറെഡി കഴിഞ്ഞ മാരത്തോൺ ക്ലാസ്സിൽ നമുക്ക് എല്ലാ സമ്മിറ്റുകളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. റിയോ ഡി ജനറോയിൽ നടന്ന സമ്മിറ്റ് എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1992 എൻട്രൻസിന് ഇയർ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ഓർത്തിരിക്കുക. അത് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് അവിടെ തന്നിട്ടുണ്ട്, ഫോർ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. ഓക്കെ, ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DNA precipitation out of a mixture of biomolecules can be achieved by the treatment with. സാധാരണഗതിയിൽ നമ്മൾ ബയോടെക്നോളജിയിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് DNA ഒരു സെല്ലിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. സോ DNA പുറത്തേക്ക് എടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഹീറ്റ് ഷോക്ക് കൊടുക്കുക എന്ന് പറയും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ആ സെല്ലിനെ പ്രസിപ്പിറ്റേറ്റ്, ആ DNA പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിൽഡ് എഥനോൾ ആണ് യൂസ് ചെയ്യുന്നത്. ചിൽഡ് എഥനോൾ. സോ ചിൽഡ് എഥനോൾ ഇവിടെ ഓപ്ഷൻ ആയിട്ടുണ്ട്, സെക്കൻഡ് ഓപ്ഷൻ. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Grass leaves curl inwards during very dry weather. Select the most appropriate reason from the following. ഒരു നമ്മുടെ പുൽച്ചെടികളിലേക്ക് ഇലകൾ സാധാരണ വെള്ളം കുറയുമ്പോഴത്തേക്കും അകത്തേക്ക് ചുരുണ്ട് വരാറുണ്ട്. അതിങ്ങനെ അകത്തേക്ക് ചുരുളാനുള്ള റീസൺ എന്ന് പറയുന്നത് ബുള്ളിഫോം സെൽസ് അകത്തേക്ക് അതിന്റെ ഷ്രിങ്കേജ് ആണ്. സോ അങ്ങനെ ഓപ്ഷൻ അവിടെ ഉണ്ടോ, ഫ്ലാസിഡിറ്റി ഓഫ് bulliform cells, and that is the right answer. Next question. Match the following structures with their respective location in organs. അപ്പോ ചില സ്ട്രക്ചേഴ്സും അത് എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതും. ക്രിപ്സ് ഓഫ് ലിബർക്കൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദി small intestine. Then Glissen's capsule, that is the covering found in the liver. Then islets of Langerhans എല്ലാവർക്കും അറിയായിരിക്കും, that is in the pancreas. ആൻഡ് ബ്രൂണേഴ്സ് ഗ്ലാൻഡ് കഴിഞ്ഞ മാരത്തോൺ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ബ്രൂണേഴ്സ് ഗ്ലാൻഡ് നമ്മുടെ ഡിയോഡിനത്തിലാണ് കാണപ്പെടുന്നത്. ഡിയോഡിനത്തിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണത്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് എടുത്തിരിക്കുന്നത് തേർഡ് ഓപ്ഷനിലാണ്. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Match the following hormones with the respective diseases. അപ്പൊ ഹോർമോൺസ് ആൻഡ് ഡിസീസസ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. സോ അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇൻസുലിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഡയബറ്റിസ് മെലൈറ്റിസിന്റെ കാരണക്കാരൻ. ദെൻ തൈറോക്സിൻ അവിടെ തന്നിട്ടുണ്ട് ഗോയിറ്ററിന്റെ കാരണക്കാരൻ. കോർട്ടിക്കോയിഡ്സ് അവിടെ അഡിസൺസ് ഡിസീസിന്റെ കാരണക്കാരനാണ്. ദെൻ ഗ്രോത്ത് ഹോർമോൺ അക്രോമെഗലി, അറിയാലോ നിങ്ങൾക്ക് 18 നമ്മുടെ ഗ്രോത്ത് ഏജ് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രോത്ത് ഹോർമോൺ അളവ് കൂടുമ്പോൾ ഗൊറില്ല അപ്പിയറൻസ് ഒക്കെ ഉണ്ടാകുന്ന അക്രോമെഗലി, ആൻഡ് ദാറ്റ് ഇസ് ഡ്യൂ ടു ദ ഗ്രോത്ത് ഹോർമോൺ. ആൻഡ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് third option ആണ്, and that is the right answer. Next question. Which of the following contraceptive methods do involve a role of hormones? ഹോർമോൺസിന്റെ റോള് കൂടിയുള്ള അല്ലെ ഹോർമോൺസിന്റെ റോള് ഉള്ള തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ലാക്ടേഷണൽ അമ്നൂറിയ, നമുക്കറിയാം ലാക്ടേഷൻ ചെയ്യുന്ന പീരീഡിൽ ഒരാള് പ്രഗ്നന്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്, ബിക്കോസ് അവരുടെ ഹോർമോണൽ ചേഞ്ചസ് ഇൻ ദി ബോഡിയാണ് റീസൺ.
പിൽസ് അതിനകത്തും ഹോർമോൺസ് ആണുള്ളത്. എമർജൻസി കോൺട്രാസെപ്റ്റീവ് അതായത് നമ്മുടെ ECP എമർജൻസി കോൺട്രാക്ട് പിൽസ് എന്ന് പറയുന്നത് അതിനകത്തും ഹോർമോൺസ് തന്നെയാണ് ഉള്ളത്. സോ ആ ആദ്യത്തെ ഓപ്ഷനിലേക്ക് മൂന്നിനകത്തും ഹോർമോൺസിന്റെ റോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രഗ്സ് കോൾഡ് ഹെറോയിൻ ഈസ് സിന്തസൈസ്ഡ് ബൈ. നമുക്കറിയാം മോർഫിൻസിന്റെ ഒക്കെ അസറ്റൈലൈസേഷൻ ചെയ്യുമ്പോഴാണ് ഹെറോയിൻസ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് സെക്കൻഡ് ഓപ്ഷൻ, അസറ്റൈലേഷൻ ഓഫ് മോർഫിൻ. റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്പീഷീസ് the weight or in a species the weight of newborn ranges from 2 to 5 kg. 95% of the newborn with an average weight of between 3 to 3.3 kg survive, whereas 99% of infants born with the weights from 2 to 2.5 kg or 4.5 to 5 kg die. Which type of selection process is taking place? അപ്പോൾ നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നതിനനുസരിച്ച് ആവറേജിന് മാത്രമേ ഇവിടെ നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പൊ നാച്ചുറൽ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എവല്യൂഷനിൽ വരുന്ന ടോപ്പിക്കാണ് നാച്ചുറൽ സെലക്ഷൻ. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടോപ്പിക് ഓൾറെഡി ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ട് നോക്കിയാൽ അവിടെ നാച്ചുറൽ സെലക്ഷനെ കുറിച്ചും ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എവല്യൂഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ആ വീഡിയോ കാണാം. അതിനകത്ത് മേജർ പോയിന്റ്സ് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സ്റ്റെബിലൈസേഷൻ ആയിട്ടുള്ള നാച്ചുറൽ സെലക്ഷൻ, അതായത് മീഡിയം കാറ്റഗറി മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. പിന്നെ രണ്ട് എക്സ്ട്രീം എൻസിനെയാണ് സെലക്ട് ചെയ്തിരുന്നതെങ്കിൽ അതാണ് ഡയറക്ഷണൽ എന്ന് പറയുന്നത്. അതാണ് ഡയറക്ഷൻ. ഏതെങ്കിലും ഒരു എക്സ്ട്രീം എൻഡിനാണെങ്കിൽ ഡയറക്ഷൻ എന്ന് വിളിക്കും. രണ്ട് എക്സ്ട്രീമിനെ മാത്രം സെലക്ട് ചെയ്യുകയും ആവറേജിനെ ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ ഡിസ്ട്രപ്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് സ്റ്റെബിലൈസേഷൻ ആണ്. അടുത്ത conversion of glucose to glucose 6-phosphate, the first irreversible reaction of glycolysis is catalyzed by. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ട റെസ്പിറേഷനിൽ നമ്മൾ ഗ്ലൈക്കോളിസിസ് പ്രോസസ് വിച്ച് ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി സൈറ്റോപ്ലാസം. പക്ഷെ അതേസമയം അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള ക്രെബ് സൈക്കിൾ ഒക്കെ നടക്കുന്നത് മൈറ്റോകോൺട്രിയക്കകത്താണ്. അതിൽ ആ ഗ്ലൈക്കോളിസിസിൽ 9 സ്റ്റെപ്പുകൾ ഉണ്ട്. ആ 9 സ്റ്റെപ്പിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗ്ലൂക്കോസ് 6-phosphate ആവുന്നത്. ആ സ്റ്റെപ്പിനകത്തുള്ള എൻസൈം ഏതെന്നാണ് നമുക്കറിയാം, ഹെക്സോകൈനേസ് എൻസൈം ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഗ്ലൂക്കോസ് 6-phosphate, ഗ്ലൂക്കോസ് 6-phosphate, ഗ്ലൂക്കോസ് 6-phosphate, ഫ്രക്ടോസ് 6-phosphate ആവും. അവിടെ ഐസോമറൈസ് എൻസൈം ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഹെക്സോകൈനേസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? Cornea is an external, transparent and protective proteinaceous covering of the eyeball. That is a correct statement. അത് തന്നെ കറക്റ്റ് ആണ്. കാരണം കോർണിയ കാണപ്പെടുന്നത് സ്ക്ലീറ ലെയറിന്റെ ട്രാൻസ്പാരന്റ് പോർഷൻ ആണ്, അത് പ്രോട്ടീനേഷ്യസ് ആണ്. ആൻഡ് ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following ecological pyramid is generally inverted? Pyramid of numbers in grassland. ഗ്രാസിൽ എപ്പോഴും പ്രൊഡ്യൂസേഴ്സ് കൂടുതലായിരിക്കും, ബാക്കിയുള്ളവർ കുറവായിരിക്കുമല്ലോ. സോ അതല്ല, അത് ഇൻവേർട്ടഡ് അല്ല, അത് അപ്രൈറ്റ് ആയിട്ടുള്ള പിരമിഡ് ആണ്. പിരമിഡ് ഓഫ് എനർജി ഇസ് ആൾവേസ് അപ്രൈറ്റ് ആണ്, അപ്പൊ അതുമല്ല ആൻസർ. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ ദി ഫോറസ്റ്റിലാണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണ് കൂടുതൽ. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ ദി സീ, കടലിൽ നോക്കുമ്പോഴത്തേക്കും മാസ് കൂടുതൽ ഹെർബിവേഴ്സിനൊക്കെ ആയിട്ട് മാറും, കാർണിവേഴ്സിനായിട്ട് മാറും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ ദി സീ ഇസ് ആൻ ഇൻവേർട്ടഡ് പിരമിഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statement. Coenzyme or metal ions that is tightly bound to enzyme protein is called a prosthetic group. അല്ലേ പൊട്ട തെറ്റാണ് സ്റ്റേറ്റ്മെന്റ്. A complete catalytic and active enzyme with its bound prosthetic group is called apoenzyme. എല്ലാം തെറ്റാണ്. സോ അതെങ്കിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Both A and B are false and that is given as the third option. And already നമ്മൾ ഇതിന്റെ ബയോമോളിക്യൂൾ സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ കാണാത്തവരത് കാണുക. ബയോമോളിക്യൂൾസ് പോർഷൻസ് നല്ലോണം പഠിച്ചു വെക്കുക. ഓക്കെ. Due to increasing airborne allergens and pollutants, many people in urban areas are suffering from respiratory disorders causing wheezing. Due to അത് ആക്ച്വലി നമുക്കറിയാം, റെസ്പിറേറ്ററി ഓക്കുപേഷണൽ ഡിസീസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത് പൊല്യൂഷൻ ഒക്കെ കാരണമായിട്ട് അതിന്റെ റീസൺ ആയിട്ട് വരുന്നത് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ബ്രോങ്കൈസിലും ബ്രോങ്കിയോൾസിലും ഒക്കെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും, നീര് വെക്കും. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് ഗിവൻ ആസ് ദി സെക്കൻഡ് ഓപ്ഷൻ and that is the right answer. Next question. Which one of the following statement regarding post fertilization development in flowering plants is incorrect? Okay. അപ്പൊ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. കറക്റ്റ് ആണ്, ഓവറി ആണ് ഫ്രൂട്ട് ആയിട്ട് മാറുന്നത്. ഓവറി വോള് ഫ്രൂട്ട് വോൾ ആയിട്ട് മാറും, അതാണ് പെരികാർപ്പ് എന്ന് പറയുന്നത്. സൈഗോട്ട് ഡെവലപ്പ് ഇൻടു എംബ്രിയോ, കറക്റ്റ് ആണ്. സെൻട്രൽ സെൽ ഡെവലപ്പ് ഇൻടു എൻഡോസ്പം. സെൻട്രൽ സെല്ലിലാണ് ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുന്നത്, അങ്ങനെ എന്തായിട്ട് മാറും? എൻഡോസ്പം. ആദ്യം പ്രൈമറി എൻഡോസ്പം ന്യൂക്ലിയസ്, പിന്നെ അത് പ്രൈമറി എൻഡോസ്പം സെൽ, ദെൻ ലാസ്റ്റ് എൻഡോസ്പം വിച്ച് ഇസ് എ ട്രിപ്ലോയിഡ് വൺ. Then ovules develop into embryo sac. അല്ല, ovules develop into seed ആയിരുന്നു റൈറ്റ് ആൻസർ വരേണ്ടത്. And the given is a wrong statement and that is the right answer. Next question.
ഫ്ലോയം ഇൻ ജിംനോസ്പേംസ് ലാക്ക്. നമുക്കറിയാം ഫ്ലോയം ജിംനോസ്പേമിനകത്ത് ഫ്ലോയത്തിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട കമ്പോണൻസ് ഇല്ല, അതായത് സീ ട്യൂബ് എലമെന്റ്സും ഇല്ല, കമ്പാനിയൻ സെൽസും ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ തന്നിരിക്കുന്നതിനകത്ത് ഫോർത്ത് ഓപ്ഷൻ റൈറ്റ് ആണ്, ദാറ്റ് ഇസ് ബോത്ത് സീ ട്യൂബ്സ് ആൻഡ് കമ്പാനിയൻ സെൽസ്. ദാറ്റ്സ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. It takes very long time for pineapple plants to produce flowers. Which combination of hormones can be applied to artificially induce flowering in pineapple plants throughout the year to increase yield? നമുക്കറിയാം പൈനാപ്പിളിനകത്ത് ഫ്ലവറിംഗ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് ഓക്സിന്റെ എതിലിന്റെ മിക്സ്ചർ ആണ്. സോ അത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Persistent nucellus in a seed is known as, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പെർസിസ്റ്റന്റ് ന്യൂസെൽസിനെ വിളിക്കുന്ന പേരെന്താ? പെരിസ്പെർം. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദി സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൽസ് ഇൻ G0 phase, G0 ഫേസിൽ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അത് സെൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ അങ്ങനെ ഓപ്ഷൻ അവിടെ തന്നിട്ടുണ്ടാവും. യെസ്, എക്സിറ്റ് ദി സെൽ സൈക്കിൾ. റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. അവിടെ ഓരോ ടൈപ്പ് അസോസിയേഷൻസ് തന്നിട്ടുണ്ട്, അതുമായിട്ടുള്ള അതിന്റെ ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് കോളം 2 തന്നിരിക്കുന്നത്. സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്റേഴ്സിനെ തിന്ന് ജീവിക്കുന്നവരാണ് സാപ്രോഫൈറ്റ്സ്. ആൻഡ് അത് സെക്കൻഡ് ഡീകോമ്പോസിഷൻ ഓഫ് ഡെഡ് ആൻഡ് ഓർഗാനിക് മാറ്റർ അവിടെ തന്നിട്ടുണ്ട്. പാരസൈറ്റ്സ് ജീവനുള്ള ജീവികളിൽ തന്നെ നമ്മൾ ആക്രമിച്ച് ജീവിക്കുന്നവരാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഗിവൺ ആസ് ദി തേർഡ് ഓപ്ഷൻ, ദാറ്റ് ഈസ് ലിവിംഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ദാറ്റ് ഈസ് പാരസൈറ്റ്സ്. ലൈക്കൻ എന്ന് പറഞ്ഞാൽ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫംജൈ, and that is given as the fourth option. Mycorrhiza, association of fungus with the plants, അതാണ് mycorrhiza. എല്ലാം ശരിയായിട്ട് അവിടെ തന്നിരിക്കുന്നത് ഫോർത്ത് ഓപ്ഷനിലാണ്. സോ അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which would be the heart rate of a person if the cardiac output is 5 liters? Blood volume in the ventricles at the end of diastole is 100 ml and the end of ventricular systole is 50 ml. ഇതൊരു കാൽക്കുലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ബയോളജിയിൽ അങ്ങനെ റയർ ആയിട്ടാണ് കാൽക്കുലേഷൻസ് ചോദിക്കാറ്, എന്നാലും നോക്കിക്കോളൂ. അപ്പൊ കാർഡിയാക് ഔട്ട്പുട്ട് കാണുന്ന ഫോർമുല നമുക്കറിയാം. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻടു heartbeat or heart rate. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കാർഡിയാക് ഔട്ട്പുട്ട് അവർ തന്നിട്ടുണ്ട്. കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 liters or 5000 ml എന്ന് നമുക്ക് എടുക്കാം. ഇസ് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം തന്നിട്ടില്ല. സ്ട്രോക്ക് വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് സ്ട്രോക്ക് വോളിയം ഇസ് ഈക്വൽ ടു ഡയസ്റ്റോളിക് വോളിയം മൈനസ് സിസ്റ്റോളിക് വോളിയം. ഡയസ്റ്റോളിക് വോളിയം അവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗിവൺ ആസ് 100 minus 50. So the answer will be 50 ml. So that is the stroke volume 50 ml into heartbeat. അതാണ് കണ്ടുപിടിക്കുന്നത്. heartbeat ആണ് കണ്ടുപിടിക്കുന്നത്. So heartbeat കണ്ടുപിടിക്കുന്നത് ഇതിനെ താഴേക്ക് കൊണ്ടുവരണം. So 5000 divided by 50. So ഇത് cancel ആയി, ഇത് cancel ആയി 100. So the answer is 100. So 100 beat per minute അവിടെ ഓപ്ഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. That is given as the third option. That is the right answer. Clear ആയല്ലോ? Next question. What triggers activation of protoxin to active Bt toxin of Bacillus thuringiensis in bollworm? നമുക്കറിയാം ഇൻസെക്ടിന്റെ ശരീരത്തിനകത്തേക്ക് പോകുമ്പോൾ ആ മിഡ് ഗട്ടിൽ എത്തുമ്പോഴുള്ള ആൽക്കലൈൻ pH ആണ് അതിനെ ആക്റ്റീവ് ആക്കുന്നത്. സോ ആൽക്കലൈൻ pH of gut is given as the third option and that is the right answer. Next question. The ciliated epithelial cells are required to move particles or mucus in a specific direction. In humans, these cells are mainly present in. അപ്പോ ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണപ്പെടുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഫെലോപ്പിയൻ ട്യൂബ്സ്, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. യെസ്, നാലാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ബ്രോങ്കിയോൾസ് ആൻഡ് ഫെലോപ്പിയൻ ട്യൂബ്, ആൻഡ് ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. Next question. Which of the statement given below is not true about the formation of annual rings in trees? ആനുവൽ റിംഗ്സിനെ പറ്റി വളരെ വലിയൊരു ക്ലാസ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് നീറ്റിന്റെ എൻട്രൻസ് ക്ലാസ്സിനകത്ത്. അപ്പൊ അതിന്റെ വീഡിയോ കാണാത്തവരത് കണ്ടുപിടിക്കാൻ ചാപ്റ്റർ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് നമുക്കറിയാം. അതിന്റെ കറക്റ്റ് ആൻസർ തന്നിരിക്കുന്നത് ആനുവൽ റിംഗ്സ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 2 റിംഗ്സ് ആണ് ഫോം ചെയ്യുന്നത്. നമുക്ക് അതിനകത്ത് നമ്മൾ പറയുന്നത് വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കുമ്പോൾ ഒരു ഓട്ടം വുഡും പിന്നെ സ്പ്രിംഗ് വുഡും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവിടെ തന്നിരിക്കുന്നതിനകത്ത് നമുക്കറിയാം ഇത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നടക്കുന്നത് ടെമ്പറേറ്റ് റീജിയനിൽ, റെഡ് വുഡ് ട്രീ ഒക്കെ പോലെയുള്ള ടെമ്പറേറ്റ് റീജിയൻ, ട്രോപ്പിക് റീജിയനിൽ അത്ര നന്നായിട്ട് കാണാറില്ല. അപ്പൊ അവിടെ അത് ഫോർത്ത് ഓപ്ഷൻ, ആനുവൽ റിംഗ്സ് ആർ നോട്ട് പ്രോമിനന്റ് ഇൻ ട്രീസ് of temperate region is a wrong statement and that is the right answer for us. Okay, next question.
What is the fate of male gamete discharged in synergids? അപ്പൊ സിനർജിഡിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മെയിൽ ഗമേറ്റ്സ് എന്താ ചെയ്യുക? ഒന്ന് ഓവുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് അത് നമ്മുടെ സൈഗോട്ടായിട്ട് മാറും, പിന്നെ അത് എംബ്രിയോ ആയിട്ട് മാറും. എന്നാൽ ഒരാൾ എന്ത് ചെയ്യും? മുകളിലേക്ക് പോയിട്ട് സെൻട്രൽ സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും അല്ലെ. സെൻട്രൽ സെല്ലിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ അത് പിന്നീട് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് പിന്നീട് എൻഡോസ്പെർം ആയിട്ട് മാറും. ഡബിൾ ഫെർട്ടിലൈസേഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു സിംഗമി ആണ് ആദ്യം നടക്കുന്നത്, പിന്നെ ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കും. രണ്ടും കൂടി ചേർത്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ അത് രണ്ടും കൃത്യമായിട്ട് തന്നിരിക്കുന്ന നാലാമത്തെ ഓപ്ഷനിലാണ്. വൺ ഫ്യൂസസ് വിത്ത് ദി എഗ് ആൻഡ് അതർ ഫ്യൂസസ് വിത്ത് ദി സെൻട്രൽ സെൽ ന്യൂക്ലിയൈ ആൻഡ് ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് മാച്ച് ദി ഫോളോയിങ് ജീൻസ് ഓഫ് ദി ലാക്ടോപെറോൺ വിത്ത് റെസ്പെക്റ്റീവ് പ്രോഡക്ട്സ്. അപ്പോൾ നമ്മൾ ലാക്ടോപെറോണിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ലാക്ടോപെറോൺ എന്തെന്ന് അറിയാത്ത ആ വീഡിയോ കാണുക, നന്നായിട്ട് ലാക്ടോപെറോണിനെ കുറിച്ച് പഠിച്ചു വയ്ക്കുക. കാരണം നമ്മുടെ എൻട്രൻസിന് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ കൃത്യമായിട്ട് തന്നിട്ടുള്ള നമുക്കറിയാം, അതിനകത്ത് പിപ്പോസിയാണ് പഠിക്കൽ. PIPOZYA അത്രയും ജീനുകളാണ്, 7 ജീനുകളാണ് അതിനകത്തുള്ളത്. അതിൽ ഐ ജീൻ ആണ് ഇൻഡ്യൂസർ എന്ന് പറയുന്നത്, റിപ്രസറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then Z gene actually codes for beta galactosidase enzyme. Then A gene transacetylase and Y gene permease enzyme. അപ്പൊ അത് കൃത്യമായിട്ട് അവിടെ മാച്ച് ചെയ്തിരിക്കുന്നത് തേർഡ് ഓപ്ഷനിലാണ്. ഒന്നുകൂടി പറയുന്നു, ഇതിന്റെ കറക്റ്റ് വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട്. ചാനലിനകത്ത് നോക്കി ആ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടുവച്ചിരിക്കുക, പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ലാക്ടോപെറോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the correct sequence of organs in the alimentary canal of cockroach starting from മൗത്ത്. അപ്പൊ മൗത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫാരിങ്സിലേക്ക് പോകും. ഫാരിങ്സിൽ നിന്ന് ഈസോഫാഗസ്, ഈസോഫാഗസിൽ നിന്നും ക്രോപ്പ്, പിന്നെ ഗിസാർഡ് ആൻഡ് ദ ലാസ്റ്റ് ഇലിയം, കൊളോൺ ആൻഡ് റെക്ടം. അത് കൃത്യമായിട്ട് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷനകത്താണ്. അപ്പൊ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മോർഫോളജിയുടെയും അതായത് അനിമൽ ടിഷ്യൂവിന്റെയും വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാപ്റ്റർ വൈസ് ആയിട്ട്. നെക്സ്റ്റ്, match the hominids with their correct brain size. Somewhat evolution നന്നായിട്ട് പഠിക്കാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓരോരുത്തരുടെ ബ്രെയിൻ സൈസ് കറക്റ്റ് ആയിട്ട് ഓർത്ത് ഇരുന്നാലേ നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ. ആദ്യത്തെ ഹോമോ ഹാബിലിസ് ആണ്. ഹോമോ ഹാബിലിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 650 തൊട്ട് 800 cc ആണ് എന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ഹോമോ നിയാൻഡർതലൻസിസ് ആണ്. നിയാൻഡർതലൻസിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 1400 cc ആണ്. ദെൻ ഹോമോ ഇറക്റ്റൻസ്. ഹോമോ ഇറക്ടസ് എന്ന് പറയുന്നത് it has a size of around 900 cc. Then last is the Homo sapiens. Homo sapiens എന്ന് പറയുന്നത് ഏകദേശം 1350 cc ആണ്. സോ ഇതെല്ലാം കൃത്യമായിട്ട് വരുന്നത് that is in the third option and the right answer. Next question. Identify the correct pair representing the causative agent of typhoid fever and the confirmatory test for the typhoid. നമുക്കറിയാം ടൈഫോയിഡ് ഉണ്ടാകുന്നത് സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ജീവിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ബാക്ടീരിയയിൽ നിന്നാണ്. അതിന്റെ ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വൈഡൽ ടെസ്റ്റ് ആണ്. അപ്പൊ അത് രണ്ടും കൃത്യമായിട്ട് അവിടെ തന്നിരിക്കുന്നത് ഫോർത്ത് ഓപ്ഷനിലാണ് ആൻഡ് ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ത് ദിസ് how does steroid hormone influence the cellular activities? നമുക്കറിയാം steroid hormones ആക്ച്വലി ഒരു DNA ആയിട്ട് ബൈൻഡ് ചെയ്തതിനു ശേഷം ജീൻ ഹോർമോൺ കോംപ്ലക്സുമായിട്ട് ഫോം ചെയ്യുന്നതായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അത് നമ്മുടെ +1 അതായത് 11th ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതാണ്. സോ അതവിടെ കൃത്യമായിട്ട് തന്നിരിക്കുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണ്. ദാറ്റ് ഈസ് ബൈൻഡിങ് ടു DNA ആൻഡ് ഫോമിംഗ് എ ജീൻ ഹോർമോൺ കോംപ്ലക്സ്. ദാറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Tidal volume of and expiratory reserve volume of an athlete is 500 ml and 1000 ml respectively. What will be his expiratory capacity if the residual volume is 1200 ml? അപ്പൊ ഇവിടെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എക്സ്പിറേറ്ററി കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് റെസിഡുവൽ വോളിയത്തിന്റെ ആവശ്യമില്ല. ടൈഡൽ വോളിയം പ്ലസ് എക്സ്പിറേഷൻ കപ്പാസിറ്റി, എക്സ്പിറേറ്ററി റിസർവ് വോളിയം കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ ടൈഡൽ വോളിയം 500 എന്നും എക്സ്പിറേറ്ററി റിസർവ് വോളിയം 1000 തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടി കൂട്ടിയെടുത്താൽ മതി 1500 ml and that is given as the first option. That is the right answer. Next question. Which of the following is a commercial blood cholesterol lowering agent? നമ്മൾ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നതാണത്. അപ്പൊ അതിനകത്ത് സ്റ്റാറ്റിൻസ് ആണ് നമ്മൾ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement regarding mitochondria is incorrect? So mitochondria ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് നോക്കാം. Outer membrane is permeable to monomers of carbohydrate, fats and proteins. Wrong statement. Enzymes of electron transport system are embedded in outer membrane. That is the right statement and that is the right answer. Next question. Match the following ആണ്. ഒരു നമുക്കറിയാം QRS കോംപ്ലക്സും P വേവും T വേവും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട, അതായത് നമ്മുടെ ഹാർട്ടിന്റെ വേവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ അവിടെ പി വേവ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ ആണ്. ക്യുആർഎസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. Then T wave എന്ന് പറയുന്നത് റീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ആൻഡ് ദി റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് T wave എന്ന് പറയുന്നത് അസുഖമാണ്. അത് കൊറോണറി ഇഷ്മ എന്ന് പറയുന്ന അസുഖത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ ദാറ്റ് ഈസ് ദി ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ തന്നിരിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷനിലാണ്. ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് ബയോ കൺട്രോൾ ഏജന്റ്സ്. നമുക്കറിയാം ബയോ കൺട്രോൾ ഏജന്റ്സ് ആയിട്ട് നമ്മൾ ഒത്തിരി ജീവികൾ ഉപയോഗിക്കുന്നുണ്ട്. സോ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഏത് തന്നിരിക്കുന്നതെന്ന് നോക്കേണ്ടത്. ബേസിലസ് തുറിഞ്ചിനിസിസ്, ടൊബാക്കോ മൊസൈക് വൈറസ്, എഫിഡ്സ് അല്ല, തെറ്റാണ്. എഫിഡ് ഒക്കെ ജീവികളാണ്. അതിൽ ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നവര് ആണ് ചോദ്യം. ടൊബാക്കോ മൊസൈക് വൈറസ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. Then Trichoderma baculovirus and Bacillus thuringiensis. That is the right answer because ആ മൂന്ന് പേരെയും നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ബയോ കൺട്രോൾ ഏജന്റ്സ് ആയിട്ട് ചെടികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത, സെലക്ട് കറക്റ്റ്ലി റിട്ടൺ സയന്റിഫിക് നെയിം ഓഫ് മാംഗോ. സയന്റിഫിക് നെയിം നമുക്കറിയാം മാംഗോയുടേത് മാഞ്ചിഫെറ ഇൻഡിക്ക എന്നാണ്. ബട്ട് വിച്ച് വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ കരോൾസ് ലിനേയസ്. അപ്പൊ കോൾ ലിനേയസ് കൊണ്ടുവന്ന ആ പേര്, അപ്പൊ സ്വാഭാവികമായിട്ട് അയാളുടെ പേര് കൂടി സൈഡിൽ കാണും. അപ്പൊ നമ്മൾ എന്താ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന പേരിനോടൊപ്പം ലിൻ എന്നുകൂടി ചേർക്കും, LINN. അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ദാറ്റ് ഈസ് ഗിവൺ ആസ് ദി സെക്കൻഡ് ഓപ്ഷൻ ആൻഡ് ദാറ്റ് ഈസ് ദി റൈറ്റ് ആൻസർ. ഇപ്പൊ നമ്മൾ 2 ക്ലാസ്സിലും കൂടി നമ്മൾ 90 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട് ബയോളജിയുടെ. ഇതുപോലുള്ള 90 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇനി ഈ 2020 കിട്ടാനിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള മാരത്തോൺ ക്ലാസ്സസ് ആവശ്യമുണ്ട്, താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. മാരത്തോൺ ക്ലാസ്സസ് എടുത്തു തരാം. കാരണം ഓരോ മാരത്തോൺ ക്ലാസ്സിൽ നിങ്ങൾ 45 ക്വസ്റ്റ്യൻസ് വീതം ഡിസ്കസ് ചെയ്യുമ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, വേണം എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ നടക്കട്ടെ. നിങ്ങളോടൊപ്പം ഞാനും കൂടെ കാണും.